ഹായ് വെൽക്കം ടു റിനിഷ CS Edu World. ഇത് പഠിക്കാൻ പോകുന്നത് റെക്കഗ്നൈഷൻ ഓഫ് ടോക്കൺസ് ആണ്. എങ്ങനെയാണ് ഒരു ടോക്കണെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ഓരോ ടോക്കണെയും എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് ഓരോ ടോക്കണെ സ്പെസിഫൈ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞായിരുന്നു. റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് ഓരോ ടോക്കണെയും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഇതിനെ എങ്ങനെയാണ് റെക്കഗ്നൈഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് എ ലാംഗ്വേജ് ഗ്രാമർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടോക്കൺ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ടോക്കൺ എന്താണ് എന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കുക, എന്താണ് ഒരു ടോക്കൺ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എങ്ങനെ എഴുതും? ഈഫ് എക്സ്പ്രഷൻ ദെൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഈഫ് ദ എക്സ്പ്രഷൻ then the statement എന്ന് എഴുതാം. അല്ലെങ്കിൽ if expression then statement else statement. Otherwise epsilon is an empty string. അപ്പം ഇങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എഴുതുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? എക്സ്പ്രഷൻ വരുന്നുണ്ട്. അപ്പം എന്താണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറയണം. ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടേംസ്, ഒരു ടേം കാണും, അത് കഴിഞ്ഞിട്ടൊരു റിലേഷണൽ ഓപ്പറേറ്റർ, പിന്നെ ഒരു ടേം. ഓക്കെ, ഇപ്പോൾ എ ലെസ് ദാൻ ബി, അത് എ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ടേമാണ്. അപ്പോൾ റിലേഷണൽ ഓപ്പറേറ്റർ ആണ് ലെസ് ദാൻ എന്ന് പറയുന്നത്, പിന്നെ ബി എന്ന് പറയുന്നത് അവിടുത്തെ ടേമാണ്. അപ്പോൾ അതാ പറയുന്നത് ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്ത് വരാം? ടേം, ഒരു റിലേഷണൽ ഓപ്പറേറ്റർ, പിന്നെ ടേം വരാം, അല്ലെങ്കിൽ ഒരു ടേം മാത്രം വരാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇതിനകത്ത് എന്താണ് ഒരു ടേം? ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ ഒരു ഐഡന്റിഫയർ ആവാം, അല്ലെങ്കിൽ ഒരു നമ്പർ ആവാം. ഓക്കെ, ഒന്നുകിൽ ടേം എന്ന് പറയുന്ന ഒരു ഐഡന്റിഫയർ ആണ്, അല്ലെങ്കിൽ ഒരു നമ്പറാണ്. അപ്പം നമ്മളൊരു ടോക്കണിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജിൻ്റെ അകത്തുള്ള ടോക്കൺ എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, എന്താണ് എന്നുള്ളത്. അപ്പോൾ അതാ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. സ്റ്റേറ്റ്മെൻറ്റ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, എക്സ്പ്രഷൻ. ഇനിയും ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താണ് ടോക്കൺ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഫെമിലറൈസ് ദ പാറ്റേൺ. എങ്ങനെയാണ് ഓരോന്നിൻ്റെയും പാറ്റേൺ എഴുതുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആദ്യം ഒരു ടോക്കൺ എന്താണെന്ന് മനസ്സിലാക്കുക, ദെൻ അതിനെ എങ്ങനെയാണ് നമ്മൾ പാറ്റേൺ രീതിയിൽ, ഓക്കെ, എങ്ങനെ പാറ്റേൺ രീതിയിൽ നമ്മൾ ഇത് എഴുതും എന്നുള്ളത് മനസ്സിലാക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു ഡിജിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ അതിനകത്ത് റെഗുലർ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? 0 to 9 എഴുതാം. ഡിജിറ്റ്സ് എന്നാണെങ്കിലോ ഡിജിറ്റ് പ്ലസ് എന്ന് എഴുതാം. നമ്പർ എന്നാണെങ്കിലോ ഡിജിറ്റ് ഡോട്ട് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ മാർക്ക്. സോ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ 0 ഒരു പ്രാവശ്യം വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. പിന്നെ ഈ പ്ലസ് ഓർ മൈനസ് ക്വസ്റ്റ്യൻ മാർക്ക്, ഒന്നുകിൽ പ്ലസ് വരാം, അല്ലെങ്കിൽ മൈനസ് വരാം, അല്ലെങ്കിൽ വരാതിരിക്കാം. പിന്നെ ഡിജിറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇതൊക്കെ നേരത്തെ എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ ഇത് മനസ്സിലായാലേ പ്രീവിയസ് വീഡിയോ കാണുക. ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ A to Z വരാം, സ്മോൾ a to Z വരാം. ഐഡന്റിഫയർ എന്ന് പറഞ്ഞാലോ ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ്. അപ്പം ലെറ്ററിനെ ഫോളോ ചെയ്തിട്ട് 0 or more occurrence ഓഫ് ലെറ്റർ ഓർ ഡിജിറ്റ് ആണ് ഐഡന്റിഫയർ. ഇഫ് എന്ന് പറഞ്ഞാലോ ഇഫ് എന്ന് തന്നെ എഴുതാം. ദെൻ ആണെങ്കിലോ ദെൻ എന്ന് എഴുതാം. എൽസ് ആണെങ്കിൽ എൽസ്. റിലേഷണൽ ഓപ്പറേറ്ററോ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഓക്കെ, ഇതിൽ ഏത് വന്നാലും ഓർ ഓപ്പറേറ്റർ ആണ് റിലേഷണൽ ഓപ്പറേറ്റർ എഴുതുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എന്താണ് ടോക്കൺ എന്നുള്ളത് മനസ്സിലാക്കി, അത് കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള പാറ്റേൺ ഏതാണോ അത് നമ്മൾ എഴുതുക. നെക്സ്റ്റ് നമ്മൾ അല്ലാതെ വൈറ്റ് സ്പേസസ് നമ്മൾ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വൈറ്റ് സ്പേസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ ബ്ലാങ്ക് ആവാം, അല്ലെങ്കിൽ ടാബ് ആവാം, അല്ലെങ്കിൽ ന്യൂ ലൈൻ ആവാം. അത് ഒന്നോ അതിൽ കൂടുതലോ വരാം. അതാണ് പ്ലസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ റെഗുലർ എക്സ്പ്രഷനകത്ത് പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ 0 or more occurrence, 1 or more occurrence ആണ്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതലോ വരാം. അപ്പോൾ വൈറ്റ് സ്പേസ് ആണ്. വൈറ്റ് സ്പേസിനകത്ത് ബ്ലാങ്ക് വരാം, ടാബ് വരാം, ന്യൂ ലൈൻ വരാം. അത് 1 or more occurrence വരാം.
നെക്സ്റ്റ് ഇസ് ദ ആട്രിബ്യൂട്ട് വാല്യൂസ്. ഏതിനൊക്കെയുള്ള ആണ് ആട്രിബ്യൂട്ട് വാല്യൂസ് ഉള്ളത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഇവിടെ വൈറ്റ് സ്പേസ് ആണെങ്കിൽ വൈറ്റ് സ്പേസ് എന്ന് പറയുന്ന ഒരു ടോക്കൺ ആണോ? അല്ല. ആട്രിബ്യൂട്ട് വാല്യൂം ഇല്ല വൈറ്റ് സ്പേസിന്. ഇഫ് എന്ന് പറയുന്നത് ഒരു ടോക്കൺ ആണ്. ടോക്കണായിട്ട് വരുന്നതിനൊന്നും ആട്രിബ്യൂട്ട് വാല്യൂസ് ഇല്ല. ദെൻ ആണെങ്കിൽ ടോക്കണായിട്ട് വരുന്നതല്ല, കീവേഡ്സ് ആയിട്ട് വരുന്നതിന് എന്തില്ല? ആട്രിബ്യൂട്ട് വാല്യൂസ് ഇല്ല. കീവേഡ്സ് ആയിട്ട് വരുന്നതിന്, ടോക്കൺസിനകത്ത് കീവേഡ്സ് വരുന്നതിന് ആട്രിബ്യൂട്ട് വാല്യൂസ് ഇല്ല. അപ്പം ഇഫ് ആണെങ്കിൽ ഇഫ് ടോക്കൺ ആണ്, പക്ഷെ ആട്രിബ്യൂട്ട് വാല്യൂ ഇല്ല. ദെൻ എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ്, അതിന് ആട്രിബ്യൂട്ട് വാല്യൂ ഇല്ല. എൽസ് എന്ന് പറയുന്ന ഒരു ടോക്കണുമാണ്, കീവേഡുമാണ്, ആട്രിബ്യൂട്ട് വാല്യൂ ഇല്ല. ഇനി ഐ ഡി എന്ന് പറയുന്ന ഐഡന്റിഫയർ. ഐഡന്റിഫയർ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ടേബിളിൻ്റെ അവിടോട്ട് പോയിന്റ് ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, പോയിന്റ് ടു സിമ്പിൾ ടേബിൾ എൻട്രി. സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് നമ്മൾ എൻട്രി ചെയ്യണം. നമ്പർ വന്നു കഴിഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ അത് നമ്പർ വന്നു കഴിഞ്ഞാലും ടോക്കൺ എന്ന് പറയുന്ന നമ്പറാണ്. അവിടെ എന്ത് ചെയ്യണം? സിമ്പിൾ ടേബിളിൻ്റെ അകത്ത് പോയിന്റ് ചെയ്യണം. ഇനിയും ലെസ് ദാൻ ആണെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ആട്രിബ്യൂട്ട് വാല്യൂ LT ആണ്. ലെസ് ദാൻ എന്നുള്ളതിന് LT. ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ആട്രിബ്യൂട്ട് വാല്യൂ LE. ഈക്വൽ ടു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ആട്രിബ്യൂട്ട് വാല്യൂ EQ. ഓക്കെ. നോട്ട് ഈക്വൽ ടു, ഇത് നോട്ട് ഈക്വൽ ടു ആണ്, റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. അത് ആട്രിബ്യൂട്ട് വാല്യൂ NE. ഗ്രേറ്റർ ദാൻ റിലേഷണൽ ഓപ്പറേറ്റർ ആണ് GT. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റിലേഷണൽ ഓപ്പറേറ്റർ ആണ് GE. അപ്പം ഇതൊക്കെയാണ് ആട്രിബ്യൂട്ട് വാല്യൂസ്. അപ്പം ആട്രിബ്യൂട്ട് വാല്യൂസ് ഇല്ലാത്തത് കീവേഡ്സിന് ആട്രിബ്യൂട്ട് വാല്യൂസ് ഇല്ല, വൈറ്റ് സ്പേസിന് ഇല്ല. നമ്പറോ ഐഡിയോ ആണെങ്കിൽ സിമ്പിൾ ടേബിളിൻ്റെ അകത്ത്, ബാക്കി റിലേഷണൽ. ഇനി നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ട്രാൻസിഷൻ ഡയഗ്രാം നമ്മൾ വരയ്ക്കുക. ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ടോക്കണിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു. പിന്നെ അതിന് പാറ്റേൺ ഉണ്ടാക്കാൻ പറഞ്ഞു. ആ പാറ്റേൺ ഉണ്ടാക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് പാറ്റേൺ ഉണ്ടാക്കുന്നത്. ആ പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കണം. എങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുന്നത്, അല്ലെ എന്താണ് ഒരു ട്രാൻസിഷൻ ഡയഗ്രാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ട്രാൻസിഷൻ ഡയഗ്രാംസിന് നമ്മളൊരു ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ട്രാൻസിഷൻ ഡയഗ്രാം, ട്രാൻസിഷൻ ടേബിളും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ട്രാൻസിഷൻ ഡയഗ്രാം ആർ ഓൾസോ കോൾഡ് ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? സെറ്റ് ഓഫ് സ്റ്റേറ്റുകളുണ്ട്. ഓക്കെ. വി ഹാവ് എ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഡ്രോ എ നോഡ് ഓൺ ഇൻ എ ഗ്രാഫ്. ഗ്രാഫിൻ്റെ അകത്ത് എന്തുണ്ട്? നോഡ്സ് ഉണ്ട്. ആ നോഡ്സ്, ഓരോ നോഡ്സിനെയുമാണ് എന്ത് പറയാ? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരിടത്തുനിന്ന് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലോട്ട് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ ട്രാൻസിഷൻ എന്ന് പറയും. ആ ട്രാൻസിഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഡയറക്റ്റ് എഡ്ജസ് വെച്ചിട്ടാണ്. ഗ്രാഫിൻ്റെ അകത്തെ ഡയറക്റ്റ് എഡ്ജസ് വെച്ചിട്ടാണ് ഒരു ട്രാൻസിഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. ഈച്ച് ട്രാൻസിഷൻ ലീവിങ് എ സ്റ്റേറ്റ് ഇൻ ലേബൽ വിത്ത് എ സെറ്റ് ഓഫ് ഇൻപുട്ട് ക്യാരക്ടേഴ്സ് വാട്ട് ക്യാൻ ഒക്കേഴ്സ് ആഫ്റ്റർ ദി സ്റ്റേറ്റസ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് എസിൽ നിന്ന് സ്റ്റേറ്റ് ക്യൂയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആരോടെ മേളിൽ ഏത് ഇൻപുട്ട് സ്വീകരിച്ചാണ് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നതെന്നുള്ള അവിടെ സ്പെസിഫൈ ചെയ്തു. ഓക്കെ. നമ്മൾ ഈ ട്രാൻസിഷൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റർമിനിസ്റ്റിക് ആണ്. ഓക്കെ. ട്രാൻസിഷൻ ഫൈനൈറ്റ് സ്റ്റേറ്റ് ഓട്ടോമേറ്റ രണ്ട് തരമുണ്ട്. ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട്, നോൺ ഡിറ്റർമിനിസ്റ്റിക്കും ഉണ്ട്. അതിൻ്റെ അകത്ത് ഇവിടെ യൂസ് ചെയ്യുന്ന ഡിറ്റർമിനിസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിഷൻ ഡയഗ്രത്തിൻ്റെ നമ്മൾ ഈ വരയ്ക്കുന്ന ട്രാൻസിഷൻ ഡയഗ്രത്തിനകത്ത് ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റേ വരാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ എൻഡിങ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ടെർമിനൽ സ്റ്റേറ്റ് കാണാം. സെറ്റ് ഓഫ് ടെർമിനൽ സ്റ്റേറ്റ് വരാം. സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ഒന്നേ വരാൻ പാടുള്ളൂ. എൻഡിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നോ അതിൽ കൂടുതലോ വരാം. The label other on the edge indicate all possible inputs not handled by other transitions. Label other on the edge. Okay. Label other on the edge indicate all possible inputs not handled by the other transitions. ഓക്കെ. ലേബിൾ കാണും, ഓരോ ട്രാൻസിഷൻ്റെയും അവിടെ കാണും, ഓരോ എഡ്ജിൻ്റെ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് പറയുന്നത് വേറെ ട്രാൻസിഷൻ ഇപ്പം അവിടെ കഴിഞ്ഞിട്ട് ആ ഒരു പർട്ടിക്കുലർ ഇപ്പം 1, 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, 3 പോകാനായിട്ടുള്ളത് പറ്റില്ല. അപ്പം ഇപ്പം നമ്മൾ 2 നിൽക്കുന്നതെങ്കിൽ ആ 2 വരെയുള്ള ഇൻപുട്ടേ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ എടുക്കത്തില്ല. Usually when we recognize other,
we need to put it back in the source stream since it part of the next token. Okay, this action is denoted with a star next to the corresponding state. ഓക്കെ, നമ്മൾ യൂഷ്വലി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്ന വേറെ ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി നീഡ് ടു പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ദ സോഴ്സ് സ്ട്രീം. ഓക്കെ, അതായത് ഇപ്പം ബാക്കിലോട്ട് നമുക്ക് എടുക്കാനുള്ള അല്ല, ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുള്ള ആ ലൈൻ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് തിരിച്ചു വരണം. അത് വേറെ ഒരു ടോക്കണിൻ്റെ പാർട്ടാണ്, അതുവഴി നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ആക്ഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇതുണ്ടോ, എക്സാമ്പിൾ ഇപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുന്നത്? ആദ്യം 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്, സ്റ്റാർട്ട് തുടങ്ങി 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ലെസ് ദാൻ ആ പറഞ്ഞിരിക്കുന്നത്, ലെസ് ദാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പം ലെസ് ദാൻ, അപ്പം അവിടെ നിന്ന് എന്ത് ചെയ്തു? 0യിൽ നിന്ന് ഇപ്പം 6 ആണെങ്കിൽ ഏതെങ്കിലും സ്റ്റേറ്റ്, ഇപ്പം 0 6 ആണെങ്കിൽ 6 വന്നു. ഓക്കെ, ഇനി ഈക്വൽ ടു ആ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ നിന്ന് 6ൽ നിന്ന് 7 എന്ന് കൊടുത്തു. അപ്പം അത് ഐഡന്റിഫൈ ചെയ്യും ലെസ് ദാൻ ഓർ ഈക്വൽ. അപ്പം ഇനിയും ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ABC ലെസ് ദാൻ PQR എന്നേ ഉള്ളെങ്കിൽ ഇത് ഐഡന്റിഫൈ ഇങ്ങനെയാണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന വന്നു, ഇതിപ്പോൾ ലെസ് ദാൻ ആണ്, ഗ്രേറ്റർ ദാൻ ആണ് ഇവിടെ വന്നു. ഈക്വൽ ടു ആണോ എന്ന് നോക്കും, ഈക്വൽ ടു സിമ്പിൾ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? അതർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് എടുക്കും, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ, അതാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം? തിരിച്ചു പോകും. അതർ സ്റ്റേറ്റ് ആണ്, ഈ സ്റ്റേറ്റിലല്ല വരേണ്ടത്, ഇതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റിൽ ഇത് വരണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇപ്പം ഈക്വൽ ടു അല്ലെങ്കിൽ അത് അതർ സ്റ്റേറ്റിലോട്ട് അത് പോകും. അപ്പം ഇത് എന്ന് പറയുന്നത് നമ്മൾ റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ ഒരു ട്രാൻസിഷൻ ഡയഗ്രാമാണ് ഇവിടെ വരച്ചേക്കുന്നത്. അപ്പം ഈ ഒരു കേസിൽ നിൽക്കി സ്റ്റാർട്ട് 0 എന്ന് കൊടുത്തു. നെക്സ്റ്റ് ലെസ് ദാൻ ആണ് ഉള്ളത് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുണ്ട് ലെസ് ദാൻ. അവിടെ എന്തൊക്കെ വരാം? ലെസ് ദാൻ്റെ അവിടെ ഈക്വൽ ടു വരാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പം അങ്ങനെയാണെങ്കിൽ അത് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകണം. അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മുടെ ആട്രിബ്യൂട്ടിൻ്റെ അവിടെ എന്താണ് എന്ന് നോക്കുക. ആട്രിബ്യൂട്ടിൻ്റെ അവിടെ നമ്മൾ LE എന്നാണ് പറഞ്ഞേക്കുന്നത്. ആട്രിബ്യൂട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എഴുതണം റിട്ടേൺ റിലേഷണൽ ഓപ്പറേറ്റർ LE എന്ന് എഴുതി കൊടുക്കണം. ഇനിയും ലെസ് ദാൻ ആണെങ്കിൽ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഗ്രേറ്റർ ദാൻ കൂടെ വരാം. അതായത് നോട്ട് ഈക്വൽ ടുവിന് സിമ്പിൾ ആണ് ഇത് ഈ കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്? റിട്ടേൺ, അത് അടുത്ത സ്റ്റേറ്റിൽ കൊടുക്കുക, റിട്ടേൺ റിലേഷണൽ ഓപ്പറേറ്റർ NE നോട്ട് ഈക്വൽ ടു. ഇനി ലെസ് ദാൻ വരാൻ പറ്റുന്ന വേറെ ഒന്നുമില്ല, അപ്പം അതുകൊണ്ട് അടുത്ത ഒരു ആരോ ഇട്ടിട്ട് അതർ എന്ന് കൊടുക്കുക. ഓക്കെ, അതായിട്ട് അവിടെ എന്ത് റിട്ടേൺ ചെയ്യണം? റിലേഷണൽ ഓപ്പറേറ്റർ ലെസ് ദാൻ. ഓക്കെ, ഇത് ഏതിൻ്റെയാ? ലെസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും ലെസ് ദാൻ. ഇനി ഈക്വൽ ടു എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്ത് വരും? റിട്ടേൺ റിലേഷണൽ ഓപ്പറേറ്റർ ഈക്വൽ ടു. ഇനി ലെസ് ദാൻ ഇതുപോലെ എഴുതണം, ലെസ് ദാൻ. ഓക്കെ, ലെസ് ദാൻ അല്ല ഗ്രേറ്റർ ദാൻ ഈ സിമ്പിൾ ഈക്വൽ ടു. അപ്പൊ ഇവിടെ എന്ത് വരും? റിട്ടേൺ റിലേഷണൽ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇനി അടുത്ത ഏതാ വരുന്ന? റിലേഷൻ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ മാത്രം വരാം. അങ്ങനെയാണെങ്കിൽ അതറിൻ്റെ അകത്ത് കൊടുക്കുക, അത് 8 എന്ന് പറഞ്ഞിട്ട് അടുത്ത് ഇത് കൊടുത്തിട്ട് റിട്ടേൺ റിലേഷണൽ ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ എന്ന് കൊടുക്കുക. അപ്പം നെക്സ്റ്റ് നമ്മൾ ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചു. അപ്പം ആദ്യത്തെ കേസിൽ നമ്മൾ ടോക്കൺസിനെ ഐഡന്റിഫൈ ചെയ്തു, അതിനെ പാറ്റേൺ ഉണ്ടാക്കി കഴിഞ്ഞ് പാറ്റേൺ ഉണ്ടാക്കുന്ന റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടാണ്, എന്നിട്ട് ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചു. ഇങ്ങനെ ഓരോന്നിൻ്റെയും ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ ട്രാൻസിഷൻ ഡയഗ്രാം ഓഫ് ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ ആണെങ്കിൽ എന്താ? ലെറ്റർ ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ് സ്റ്റാർ എന്നാണ് നമ്മൾ എഴുതുന്നത്, അല്ലേ? അപ്പം ഇവിടെ എങ്ങനെ എഴുതുക? ലെറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, ലെറ്റർ ഓർ ഡിജിറ്റ്. സ്റ്റാർ എന്ന് കൊടുക്കണമെങ്കിൽ നമ്മളിങ്ങനെ ആരോ ഇട്ടാൽ കൊടുക്കുന്നതെന്നറിയാം. നെക്സ്റ്റ് അതർ എന്ന് പറഞ്ഞ സിമ്പിൾ കൊടുത്തിട്ട് കൊടുക്കുക. റിട്ടേൺ ഗെറ്റ് ടോക്കൺ, അതായത് ഇത് ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ ആണെങ്കിൽ ഇതിനെ എന്ത് ചെയ്യണം? ഓക്കെ, ഐഡന്റിഫയർ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോയി സിമ്പിൾ ടേബിളിനകത്ത് എഴുതണം. ഇപ്പം റിട്ടേൺ ഗെറ്റ് ടോക്കൺ ഇൻസ്റ്റാൾ ID എന്ന് പറഞ്ഞാൽ ഇതൊരു ഐഡന്റിഫയർ ആണെന്ന് പറഞ്ഞ് സിമ്പിൾ ടേബിളിനകത്ത് എഴുതുക.
ഇനിയും ഇത് കീവേഡ്, ഒരു കീവേഡേ കാണിച്ചിട്ടുള്ളൂ. ദെൻ എന്നാണെങ്കിൽ ടി എന്ന് പറഞ്ഞു കൊടുക്കുക, അടുത്ത സ്റ്റേറ്റ് കൊടുക്കുക എച്ച്, അടുത്ത സ്റ്റേറ്റിൽ ഇ, അടുത്ത സ്റ്റേറ്റിൽ എൻ. ഓക്കെ, പിന്നെ എൻഡിങ് സ്റ്റേറ്റ് കൊടുക്കുക. നോൺ ലെറ്റർ ആണ്, അതോ നോൺ ലെറ്റർ ഓർ ഡിജിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റാർ കൊടുക്കാം. നോൺ ലെറ്ററോ അല്ലെങ്കിൽ ഡിജിറ്റോ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അൺസൈൻഡ് നമ്പർ ഉണ്ട്, അതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രം വരച്ചേക്കുന്നതാണ്. ആ ട്രാൻസിഷൻ ഡയഗ്രമാണ് ഇവിടെ വരച്ചേക്കുന്നത്. ആദ്യം സ്റ്റാർട്ട്, പിന്നെ ഡിജിറ്റ്. അത് നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ എങ്ങനെയാണ് ഒരു ഡിജിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രമാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം ഡിജിറ്റ് ആണ്, ഇതുണ്ടോ ഡിജിറ്റ്. ഓക്കെ, ഡിജിറ്റ് വരാം. ഓക്കെ, അതിനെ ഫോളോ ചെയ്തിട്ട് ഡിജിറ്റ് വരാം, അല്ലെങ്കിൽ എന്താ ഒരു ഡിജിറ്റ് മാത്രം വരാം. അതാണ് എൻഡിങ് സ്റ്റേറ്റ് ഇവിടെ കണ്ടോ കൊടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡിജിറ്റ് പിന്നെയും വരാം, അങ്ങനെയാണെങ്കിൽ എൻഡിങ് സ്റ്റേറ്റ്. പിന്നെ ഡിജിറ്റ്സ് കഴിഞ്ഞിട്ട് ഡോട്ട് വരാം, ഡോട്ട് കഴിഞ്ഞിട്ട് ഡിജിറ്റ് വരാം, പിന്നെ എൻഡിങ്ങിലോട്ട് വേണേപ്പാം. ഓക്കെ, ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഇങ്ങനെ പ്ലസ് ഓർ മൈനസ് ഇതൊരു ഓപ്ഷനിലായിട്ട് വേണേലും കൊടുക്കാം. ഈ ഓപ്ഷൻസ് നിങ്ങളൊരു കാര്യം ചെയ്യാൻ എക്സ്പ്രഷൻ പറഞ്ഞേക്കുന്ന എടുക്കുക, എന്നിട്ട് ഇത് വെച്ചിട്ട് വരയ്ക്കാനായിട്ട് നോക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ട്രാൻസിഷൻ ഡയഗ്രം വരച്ചു. ഓക്കെ, ഇത് വൈറ്റ് സ്പേസിൻ്റെ ആണ് പറഞ്ഞേക്കുന്നത്. വൈറ്റ് സ്പേസിനെ എങ്ങനെ വരയ്ക്കുക, ഡി ലിമിറ്റ് ഫോളോഡ് ബൈ ഡി ലിമിറ്റ്. ഓക്കെ, ഒന്നോ അതിൽ കൂടുതലോ ഡി ലിമിറ്റ്. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കോഡാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ആദ്യം ടോക്കണെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പാറ്റേണെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, എങ്ങനെയാണ് ആ പാറ്റേൺ എഴുതുന്നതെന്ന്. ആ പാറ്റേൺ എഴുതാനായിട്ട് യൂസ് ചെയ്യുന്ന റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രം വരച്ചു. ട്രാൻസിഷൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പ്രോഗ്രാം എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ എങ്ങനെയാണ് പ്രോഗ്രാം എഴുതുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ടോക്കൺ ഗെറ്റ് റിലേഷണൽ ഓപ്പറേറ്റർ. ഒരു റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷനാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ടോക്കൺ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ള ഒരു റിലേഷണൽ ഓപ്പറേറ്ററിൻ്റെ ടോക്കൺ എങ്ങനെ ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് എഴുതിയേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതൊരു C++ പ്രോഗ്രാമായിട്ടാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ടോക്കൺ റെക്റ്റ് ടോക്കൺ ഇസ് ഈക്വൽ ടു ന്യൂ റിലേഷണൽ ഓപ്പറേറ്റർ, RELOP എന്ന് പറയുമ്പം ഇതിന് ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആദ്യം നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ അത് ഫസ്റ്റ് ഒരു ന്യൂ ഒബ്ജക്റ്റിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇത് വൈൽ 1 എന്ന് പറയുന്നത് ഈ പറയുന്നത് ഇത് ഫുള്ള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഒരു പിക്ചറിനകത്ത് കാണിക്കുന്ന ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ വൈൽ 1 എന്ന് പറയുന്നത് ഇവിടാണ് വൈൽ 1 ഓപ്പൺ ചെയ്യുന്നത്, ഇവിടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇത് മീൻ ചെയ്യുന്നത് വൈൽ 1 ഇവിടെ ഓപ്പൺ ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പം ഈ ഒരു കേസിൻ്റെ അകത്ത് വൈൽ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ 1 ഇസ് ആൻ ഇൻഫിനിറ്റ് ലൂപ്പ്. ഇൻഫിനിറ്റ് ലൂപ്പാണ് വൈൽ 1. അപ്പം ഇതെങ്ങനെ പ്രോഗ്രാം എഴുതുന്നത് പറഞ്ഞിരിക്കുന്നത്, റിപ്പീറ്റ് ക്യാരക്ടർ പ്രോസസ്സിംഗ് അണ്ടിൽ എ റിട്ടേൺ ഓർ ഫെയിലിയർ റിക്കേഴ്സ്. ഈ ക്യാരക്ടർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ഒന്നുകിൽ ഇത് ഫെയിലിയർ ആകണം, അല്ലെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ ചെയ്യണം. അവിടം വരെയാണ് ഇത് ചെയ്യുന്നത്. സ്വിച്ച് സ്റ്റേറ്റ്, ഈ സ്റ്റേറ്റ് വെച്ചിട്ടാണ് എഴുതുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ്, 0 ആണ്. അപ്പോൾ അതാണ് ഈ 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പം നോക്കിയേ, K0 C എന്ന് പറയാൻ നമ്മൾ എടുക്കുന്ന ഈ ഒരു സ്റ്റേറ്റ് ആണ്. ഇതിപ്പോൾ സ്റ്റേറ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. സ്റ്റേറ്റ് 0 ആണെങ്കിൽ എന്ത് ചെയ്യും, C ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ക്യാർ, അടുത്ത ക്യാരക്ടറിനെ ഇതെടുക്കും. സിക്കകത്തോട്ട് നെക്സ്റ്റ് ക്യാരക്ടർ, ഇതിൻ്റെ അകത്ത് അടുത്ത ക്യാരക്ടർ ലെസ് ദാൻ. അപ്പം C ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ആണെങ്കിൽ എങ്ങോട്ട് പോകണം, സ്റ്റേറ്റ് 1. കണ്ടോ, C ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് എടുത്തു, അതിൻ്റെ നെക്സ്റ്റ് ക്യാരക്ടർ എടുത്തു. അപ്പോൾ C എന്ന് പറയുന്നത് സിയിലാണ് നെക്സ്റ്റ് ക്യാരക്ടർ ഇരിക്കുന്നത്. C ഈസ് ഈക്വൽ ടു ലെസ് ദാൻ ആണെങ്കിൽ എങ്ങോട്ട് പോകണം, സ്റ്റേറ്റ് 1ൽ പോകണം. അതാ ഇവിടെ എഴുതിയേക്കുന്നത്. കണ്ടോ, ഇഫ് C ഈസ് ഈക്വൽ ടു ലെസ് ദാൻ സ്റ്റേറ്റ് 1, എൽസ് ഇഫ് അല്ലെങ്കിൽ ഏതാ ഈക്വൽ ടു ആണോ നോക്കുക. എൽസ് ഇഫ് C ഈസ് ഈക്വൽ ടു ആണെങ്കിൽ എവിടെ പോകണം, 5ൽ പോകണം, സ്റ്റേറ്റ് 5ലോട്ട് പോവാം. എൽസ് ഇഫ്
ഓക്കെ, എൽസ് ഇഫ് സി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ആണോ നോക്കുക. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എങ്ങോട്ട് പോകണം? സ്റ്റേറ്റ് 6 അതാ പറഞ്ഞിരിക്കുന്നത്. എൽസ് ഇഫ് സി ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സ്റ്റേറ്റ് 6 പോവാം. അല്ല, ഇതൊന്നും അല്ലെങ്കിൽ എന്ത് വരും? എറർ. ഈ 3 വരാൻ പാടുള്ളൂ. അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത് എൽസ് ഫെയിലർ, അല്ലെങ്കിൽ എന്താണ്? ഫെയിലർ ആണ്. ഓക്കെ, അതിന്റെ മീനിങ് ലെക്സിം ഈസ് നോട്ട് എ റിലേഷണൽ ഓപ്പറേറ്റർ എന്നാണ് ഫെയിലറിന്റെ മീനിങ്. ബ്രേക്ക്, ഇത് ബ്രേക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേണം അടുത്ത കേസ് 1 എഴുതാൻ. അപ്പൊ കേസ് 1 എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സി ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ക്യാർ, അടുത്ത ക്യാരക്ടർ എടുക്കണം. പിന്നെ നമ്മൾ നോക്കണം ഇത് ഈക്വൽ ടു ആണോ, അല്ലെങ്കിൽ ഗ്രേറ്റർ ആണോ, അല്ലെ അതർ ദാൻ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 2, അങ്ങനെ എഴുതണം ഓരോന്നിന്റെ. ഇനി ഇതിവിടെ കാണിച്ചേക്കുന്ന, ഇനി നിങ്ങൾ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ എഴുതുവാണെങ്കിൽ കേസ് 8 എഴുതുവാണെങ്കിൽ, ഓക്കെ, കേസ് 8 ആണ് നിങ്ങൾ എഴുതുന്നത്. അപ്പൊ കേസ് 8 എഴുതുമ്പോൾ ഇവിടെ റിട്ടേൺ ആണ് നമ്മൾ വരേണ്ടത്. അപ്പം അവിടെ നമ്മൾ ഇങ്ങനെ എഴുതുക, റീട്രാക്ട്, അതൊരു ഫങ്ഷൻ ആണ്. റീട്രാക്ട് എന്ന് എഴുതുക. പിന്നെ റീട്രാക്ട് എന്ന് പറയുന്നത് ഓക്കെ, റീട്രാക്ട് എന്ന് പറയുന്നത് അവിടെ ഒരു ലെക്സിമാണ്, അത് ഐഡന്റിഫൈ ചെയ്തു എന്ന രീതിയിലാണ് റീട്രാക്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ അവിടെ അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ളതാണ് റീട്രാക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ റീട്രാക്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്, ഓൾറെഡി ഇതിൻ്റെ അകത്തുണ്ട്, അതിവിടെ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ. റീട്രാക്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. പിന്നെ റെക് ടോക്കൺ ഡോട്ട് ആട്രിബ്യൂട്ട്, അതായത് റെക് ടോക്കൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ. കണ്ടോ, ഗ്രേറ്റർ ദാൻ ആണ് ഇവിടുത്തെ കേസ് 8ന്റെ അകത്ത്. ഏതാ? റീട്രാക്ട് ഇസ് ഈക്വൽ ടു റെക് ടോക്കൺ ഡോട്ട് ആട്രിബ്യൂട്ട് ഇസ് ഈക്വൽ ടു GT. റിട്ടേൺ, എന്താണ് റിട്ടേൺ ചെയ്യേണ്ടത്? റെക് ടോക്കൺ. ഈ ടോക്കൺ ഏതാണ് ഇവിടെ കിട്ടിയേക്കുന്നത് അതിനെ, ആ ഒബ്ജക്റ്റിനെ അത് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റേറ്റിനെയും കുറിച്ചും പ്രോഗ്രാം എഴുതണം. ഇവിടെ നമ്മൾ ഷോർട്ടായിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു കേസിലാണെങ്കിൽ എക്സെട്ര എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം കേസ് 1 എടുക്കുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ എഴുതണം. കേസ് 1 ആണെങ്കിൽ എന്ത് ചെയ്യുക? കേസ് 1 എങ്ങനെ എഴുതും? സി ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ക്യാർ ഇഫ് സി ഈസ് ഈക്വൽ ടു സ്റ്റേറ്റ് 2, else if c is equal to greater than സ്റ്റേറ്റ് 3. ഇനി അതർ എന്ന് പറയുമ്പോൾ എൽസ് എങ്ങോട്ട് പോകണം? എൽസ് സ്റ്റേറ്റ് 4. ഇങ്ങനെ നമ്മൾ എഴുതി കൊടുക്കണം ഓരോ സ്റ്റേറ്റിനെയും കുറിച്ച്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ടോക്കണെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പൊ ടോക്കണെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ എഴുതുന്നത്, ടോക്കണെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, പിന്നെ അതിൻ്റെ പാറ്റേൺ എഴുതുക. പാറ്റേൺ എഴുതാൻ യൂസ് ചെയ്യുന്ന റിലേഷണൽ ഓപ്പറേറ്റർ ആണ്, അത് വെച്ച് പാറ്റേൺ എഴുതുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ട്രാൻസിഷൻ ഡയഗ്രാം വരയ്ക്കുക. ട്രാൻസിഷൻ ഡയഗ്രത്തിന് ഇക്വലൻ്റ് ആയിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതുക. ഈ പ്രോഗ്രാമിൻ്റെ അത് കൊടുത്തിട്ടാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ടോക്കൺ. അപ്പം നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് പഠിച്ചത് റെക്കഗ്നൈഷൻ ഓഫ് ടോക്കൺ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.